ശ്രീരാമൻ രാജാവായ കൗസല്യക്കാരൻ രാജമാതാവ്. പിന്നെ കൈകേയി സ്ഥാനം എവിടെയെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. രാജപുത്രി ഇത്ര ബുദ്ധിശൂന്യയായ കഷ്ടം തന്നെ. സ്വയം നാശം സമീപത്താകുമ്പോൾ സ്വയം കോമാളിയാണ് കാക്കുന്നത്. നിന്നെ കണ്ടാകുന്നത് നിശ്ചയം. ദശരഥൻ നൽകിയ വരങ്ങൾ ചോദിക്കേണ്ട ഏറ്റവും ഉചിതമായ സമയമാണ്. രാമൻ കാരണവും ഭരതൻ രാമനും നീ വിധിക്കണം. അങ്ങനെ അയോധ്യയിലെ രാജമാതാവാൻ നീ വാഴണം. ചിന്തിച്ചിരിക്കാതെ ഉണർന്ന് പ്രവർത്തിക്കും രാമൻ, ഉണർന്ന് പ്രവർത്തിക്കും. ഇന്ന് കർക്കിടക മാസത്തിൽ രാമായണം മുഴങ്ങി കേൾക്കുന്നുണ്ടെങ്കിൽ, രാവണവധം കൊണ്ടാടുന്നുണ്ടെങ്കിൽ അത് ഈ മന്ത്രിയുടെ വാക്കുകൾ കാരണമാണ്. നിങ്ങൾ മറക്കരുത്. എന്നെല്ലാം ഈ കാറ്റിൽ രാമായണ ശീലുകൾ മുഴങ്ങി കേൾക്കുന്നുവോ, ആ കാറ്റിന്റെ ഉദ്ഭവം ഈ മന്ത്രിയിൽ നിന്നുമാണ്. അടുത്തതായി രണ്ടാം സമ്മാനം നേടിയ സൂര്യകാഴ്ച. ദേവന്മാരാലും അസുരന്മാരാലും വധിക്കപ്പെടില്ല എന്ന വരം ശിവഭഗവാനിൽ നിന്നും നേടിയെടുത്ത രാക്ഷസ രാജാവായ ലങ്കാധിപതിയായ രാവണനാണ് ഞാൻ. 64 കലകളിൽ വിദഗ്ധൻ, യുദ്ധവീരൻ, വേദപണ്ഡിതൻ, വീണ എന്ന വാദ്യത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ച സംഗീതജ്ഞൻ. ഈ 3 ലോകങ്ങളിലും ഈ രാവണനല്ല ആരുമില്ല.
മികച്ച പ്രകടനം കാഴ്ചവെച്ച നരനും സൂര്യകാന്തിക്കും അഭിനന്ദനങ്ങൾ. നന്ദി വാക്കുകൾ കൊണ്ട് അടയാളപ്പെടുത്താനാവില്ല ചില കർമ്മങ്ങൾ. എങ്കിലും ഔപചാരികതയ്ക്കായി നന്ദി പ്രകടിപ്പിക്കാൻ ഭദ്രാജി വിലാസിനെ ക്ഷണിക്കുന്നു. C.K. Divagaran sir, Principal C.K.V. Madam, Vice Principal Sujita Madam, Assistant Vice Principal Sini Madam, അധ്യാപകരെ, കൂട്ടുകാരെ, രാമായണത്തിന്റെ മൊഴിച്ചെന്ന് ഹൃദയത്തെ ആർദ്രവും സാന്ദ്രവുമാക്കുന്നു. ഇവിടെ അരങ്ങേറുന്ന രാമായണ വാരാഘോഷങ്ങളുടെ വർണ്ണപ്രഭ ബാല്യകാലത്തെ ഓർമ്മകൾ നിറം മങ്ങാത്ത ചിത്രമായിരിക്കും. ഈ ദിനം ധന്യമാക്കാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ദിവാകരൻ സാറിന് ഞാൻ ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാ പരിപാടികളുടെയും അണിയറയിൽ ശക്തമായ നേതൃത്വമായി നിലകൊള്ളുന്ന ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ശ്രീദേവി മാഡത്തിന് സ്നേഹപൂർവ്വം നന്ദി പ്രകാശിപ്പിക്കുന്നു. എല്ലാ പരിപാടികളെയും കൃത്യമായി അഭിനന്ദിച്ച് നിർദ്ദേശം തരുന്ന ജിജിത മാഡത്തിനും സിനി മാഡത്തിനും ഇതോടൊപ്പം നന്ദി പ്രകാശിപ്പിക്കുകയാണ്. എന്റെ എല്ലാ